ആദ്യം കഴക്കൂട്ട മണ്ഡലത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് മൂന്നോട് വെച്ച് നടത്താനാണ് ആലോചിച്ചത്. അപ്പോൾ ഇന്ദിരാഭവൻ തന്നെ PCC നിന്നും തന്നെ ഇവിടെ നിന്ന് പത്രശ്രമം കൊണ്ട് ഇവിടെ തന്നെ നടത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു QR കോഡ് ഞാൻ തരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വിതരണം ചെയ്യേണ്ട ഒരു വീഡിയോ അടക്കമുള്ളത് ഇതിനകത്തുണ്ട്, ഒരു ഫോട്ടോസ് ഇതിനകത്തുണ്ട്. രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്ത CPM BJP ഡീൽ, അതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടത്ത് നിങ്ങൾക്ക് ആർക്ക് എപ്പോൾ പോയാലും കാണാൻ കഴിയുന്ന ഒരു ദൃശ്യ വിരുന്ന് അവിടെയുണ്ട്. ഞാനത് ഇന്നലെ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗവേഷണം നടത്തി ഇത് പറഞ്ഞ സാധനം നടത്തുന്നത്. അതായത് കഴക്കൂട്ടം ഫ്ലൈ ഓവർ, എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ താഴ്വശത്തുള്ള AJ ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്നുള്ള ഒരു 350-400 അടി വീതിയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിക്കകത്താണ്, ഒരൊറ്റ മതിൽക്കെട്ടിനകത്താണ് CPM-ന്റെയും BJP-യുടെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അത് ഒരു വ്യത്യാസവുമില്ല, ഒരു അതിർവരമ്പുമില്ല. രണ്ടുപേരുടെയും ബോർഡുകളും എല്ലാം ചേർന്ന് രണ്ട് വാതിലുകൾ മതിലിൽ ആ പ്രോപ്പർട്ടിക്കുണ്ട്. അതിനകത്തുള്ള പ്രോപ്പർട്ടിക്കകത്ത് ഒരു അതിർവരമ്പ് പോലും വെച്ചിട്ടില്ല. രണ്ട് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ ആണ് അവർ പ്രവർത്തിക്കുന്നത്. CJP എന്നുള്ള ഡീലിനെ കുറിച്ച് കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീൽ നടക്കുന്ന ഒരു സ്ഥലം കഴക്കൂട്ടമായി മാറിയിരിക്കുകയാണ്. അതിലിപ്പോൾ ഞങ്ങളെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനും ഞങ്ങളെ ആക്രമിക്കുന്നതിനും രണ്ടുപേരും ഒരേ സ്വരത്തിലാണ്. അപ്പുറത്ത് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും കോടികൾ കൈവിട്ട് അമാനമാടുന്നവരും കോടികൾ ചെലവഴിക്കുന്നവരുമാണ്. എനിക്ക് പാർട്ടി തരുന്നതും പാർട്ടി പ്രവർത്തകർ തരുന്നതുമായ സാമ്പത്തിക ശേഷി വെച്ചുകൊണ്ട് പ്രാദേശികമായുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ കൊടിതോരണങ്ങൾ, ഞങ്ങളുടെ ബോർഡുകൾ ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇന്നലെ മുതൽ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് കൂടി ഇവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ഇത് അപ്പുറപ്പെടുത്തു. ഞാൻ പറയുമ്പോൾ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഇന്നലെ മെഡിക്കൽ കോളേജ് ഇളങ്കം ക്ഷേത്രത്തിന്റെ ബാക്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ ബോർഡുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8-10 DYFI പ്രവർത്തകർ അവിടെ തന്നെ വന്ന് മദ്യപിച്ച് നമ്മുടെ ബോർഡ് വെക്കുന്ന നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ടായി. ബോർഡ് വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ മൃഗീയമായി കമ്പിപ്പാല് വെച്ച് അടിച്ച് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഞങ്ങൾ 11 മണിക്ക് ശ്രീകാര്യത്തെ ഞങ്ങളുടെ കേന്ദ്ര ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് കണ്ടാൽ സഹിക്കില്ല. ആ ചെറുപ്പക്കാരന്റെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് ഇരിക്കുന്ന തലയുടെ മറുവശത്ത് പാലം കഴിച്ചു. ശരീരമാസകലം അടിച്ച് പരിക്കേൽപ്പിച്ചു പോകുന്നു. അത് നമ്മളെ QR കോഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയും. മൃഗീയമായി വർദ്ധിച്ചു. ഞങ്ങൾ അപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ മൊഴിയെടുത്തു, ഞങ്ങൾ FIR എടുത്തു, മൊഴിയെടുത്തു, ഉടനെ തന്നെ ആക്ഷൻ എടുത്തു. അപ്പൊ ഞങ്ങൾ ശരി ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പ്രവർത്തകന്റെ തലക്കടി കിട്ടിയതുകൊണ്ട് സ്കാൻ ചെയ്യാനായി കൂടെ ഉണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്കാൻ ചെയ്യാനായി ഞങ്ങൾ നേരെ വീണ്ടും ഞങ്ങൾ വീടുകളിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി അവിടെ ഇറങ്ങി. ഞങ്ങൾ സിറ്റിയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്നു, സ്കാൻ ചെയ്യാൻ പോയ സ്ഥലത്ത് DYFI കുട്ടികൾ കയറി മെഡിക്കൽ കോളേജിനകത്തുള്ള സ്കാനിങ് റൂമിലിട്ട് മർദ്ദനമേറ്റ ആളുകളെ അവിടെ ഇട്ട് മർദ്ദിക്കുകയാണ്. അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസ് നോക്കി. ഞാൻ അപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു. അപ്പൊ സർക്കിൾ പറയുന്നത് അവിടെ ഒന്നുമില്ല, ഒരു സംഘർഷം പോലെ വന്ന് എല്ലാം നിയന്ത്രിച്ചു. അപ്പോൾ എന്റെ സഹപ്രവർത്തകർ അടുത്ത ഫോണിൽ ബഹളം കേൾക്കുകയാണ്. അടുത്ത ഫോണിൽ വിളിക്കുമ്പോൾ
കൊല്ലടാ അവനെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കൊലവിളി ശബ്ദം. ഞാൻ പറഞ്ഞ അടുത്ത ഫോണിൽ കൊലവിളി ശബ്ദം കേൾക്കുകയാണ്. അല്ല അവിടെ നിങ്ങൾ ഫോൺ അടുപ്പിച്ചു വെച്ചു. ആ കൊലവിളി ശബ്ദം ഞങ്ങൾ നേരെ ഭക്ഷണവും കഴിക്കാതെ നേരെ മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം, മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഒരു 10-35 ഗുണ്ടകൾ. ആ ഗുണ്ടകളിൽ പലതിയും മെഡിക്കൽ കോളേജിൽ ഇല്ലീഗലായി താൽക്കാലികമായി ജോലി വാങ്ങിച്ചു കൊടുത്ത് അവിടെ വളർത്തി പോറ്റുന്ന ഗുണ്ടകളാണ്. അവരവിടെ നിൽക്കുന്നു. ഞാൻ ചെന്ന് എന്റെ കൂടെ ഉള്ളവരാണ് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ ഈ സ്കാനിങ് റൂമിന് മുമ്പിൽ CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും. ഞാൻ ചെന്ന് അവിടുത്തെ സർജനോട് ചോദിച്ചു, നിങ്ങൾ സൂപ്രണ്ടിനെ വിവരം അറിയിച്ചു? ഞങ്ങൾ ആർമി അറിയിച്ചു, സൂപ്രണ്ട് അറിയിച്ചു, എല്ലാം അറിയിച്ചു. അപ്പൊ നമ്മൾ CIയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? ആശുപത്രിക്കകത്ത് കയറി ഇത്രയും മൃഗീയമായി മർദ്ദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് അറസ്റ്റ് ചെയ്യാത്തത്? അത് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയം തരണം. അപ്പൊ ഞങ്ങൾക്കറിയാം അരമണിക്കൂർ സമയം തരുമ്പോൾ പുറത്തു നിൽക്കുന്ന പ്രതികളെയൊക്കെ പോയി രക്ഷപ്പെടാൻ പറയാനായിരിക്കും ഞങ്ങൾ ധരിച്ചു. അരമണിക്കൂർ ആയില്ല. അതിനു മുമ്പ് സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഈ നമ്മുടെ പ്രവർത്തകരെ നേരെ ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുചെല്ലുക. ഡോക്ടർ റൂം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കഴിഞ്ഞ ഒരു കർവ് കഴിഞ്ഞാൽ തൊട്ടടുത്താണ്. ഏകദേശം ഈ ഹാളിന്റെ 2 വലുപ്പത്തിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഡോക്ടറുടെ അവിടെ ചെല്ലുമ്പോൾ ബാക്കി ഒരു 10-20 ആളുകൾ അകത്ത് കയറി കൂടെ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ അടക്കമുള്ള ആളുകൾ മൃഗീയമായി തന്നെ ശ്രമിച്ചു. അപ്പോൾ പോലീസ് ഓടി വന്നു. അപ്പോഴും പോലീസ് അടിക്കുന്നവരെ സാന്ത്വനപ്പെടുത്താനാണ് പോലീസ് വന്നത്. അവരെ അറസ്റ്റ് ചെയ്യാനോ ഇത് അവർ ചെയ്യാനോ അല്ല, അവരെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ മദ്യവെച്ച് മതോന്മത്തരായ 2-3 ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒളിപ്പിക്കറി പിടിക്കുകയും അവരെ ഉന്തിയിടുകയും ചെയ്തു. അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അഭിമാന ബോധം. അവർ അതിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ CPMന്റെ 1-2 അനി എന്നൊക്കെ DR അവരടക്കമുള്ള ആൾ വന്നപ്പോ അനുസരണയുള്ള ശ്വാനനെ പോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സൈഡിൽ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് അടികെട്ടി ഷർട്ട് നഷ്ടപ്പെട്ട് ബനിയൻ മാത്രം കീറി ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകന്റെ കൂട്ടിരിപ്പുകാരൻ പൊക്കിക്കൊണ്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, അടി കിട്ടിയവരെ പൊക്കിക്കൊണ്ട് പോകുന്നത് 2 പേരെ അറസ്റ്റിനെ ബാലൻസ് ചെയ്യാനാണ്? അതെ, ബാലൻസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഒടുവിൽ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ DGP വിളിച്ചു, കമ്മീഷണർ വിളിച്ചു. അപ്പോൾ അവിടുന്ന് പോലീസുകാർ വേറെയും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് പെട്ടെന്ന് മാറിയിട്ട് ഞങ്ങളെ വന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസിന്റെ അടുത്ത സ്വഭാവം മാറി. അവർ പറഞ്ഞത്, നിങ്ങൾ ഈ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നടത്തരുത്. കാര്യം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇനി DYFI CPM കയറി അടിക്കും. മെഡിക്കൽ കോളേജിൽ അഭയം പ്രാപിച്ച ഒരു രോഗി സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്. പുറത്ത് ആശുപത്രിക്ക് എന്ത് സംഭവിക്കും? ആ സമയത്ത് ഒരുപാട് കാഷ്വാലിറ്റിയിലേക്ക് അപകടപ്പെട്ട ആളുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് ഈ ആശുപത്രി ഒരിക്കലും ഇതൊരു രക്തപങ്കിലമാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. സംഘർഷമുണ്ടായാൽ ജീവൻ അപകടത്തിലെന്ന രോഗികളുണ്ട്. ഇവിടെ ചികിത്സിക്കാൻ സമ്മതിക്കില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ആ രോഗിയെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും, ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം, നിങ്ങൾ വയ്ക്കുമോ? അപ്പൊ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പോലീസുകാർ കൂടെ വരികയാണ്. ഇതിനിടയ്ക്ക് CI പുറത്തു വന്ന കാര്യത്തിൽ സംസാരിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 3 കാറുകൾ വരുത്തിയവരെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ DR അനിൽ എന്ന് പറയുന്നവൻ ഈ രോഗിയോടൊപ്പം കൂട്ടിരിക്കേണ്ട അടികെട്ടി നിൽക്കുന്ന ആളിനെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് യമൻ പ്രതിയാണ്. അടികെട്ടി ഇതൊക്കെ വലിച്ചു കയറി ഉടുപ്പ് പോയി ബനിയൻ മാത്രം കീറി ബനിയിട്ടോണ്ടിരിക്കുക. ഇയാൾ പ്രതിയാണ്, ഞങ്ങളെ അടിച്ചത് എന്ന് പറഞ്ഞ് പറയുമ്പോൾ DR അനിൽ പറയുമ്പോൾ ഈ CI ഈ പ്രവർത്തകനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ പ്രവർത്തകനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവിടെ അപ്പൊ സംഘർഷം. അപ്പൊ 2 വണ്ടികൾ ആക്സിഡന്റിൽ അവിടെ പോകും. ഞാൻ പറയുമ്പോൾ സംഘർഷം ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിനെ നമ്മളെ ബാധിക്കും. ഞാൻ മുതലെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. തെരഞ്ഞെടുപ്പിന്റെ മെഷീനറി അവസാനം ജനിപ്പിക്കാൻ ഇത് പരാജയവേദികളോട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടു. ഞങ്ങൾ വളരെ തന്മയത്തമായി ഞങ്ങൾ അവിടെ നിന്ന് ഈ രോഗി കയറ്റി വന്നു. ഞങ്ങൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക്
മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ ആശുപത്രിക്കകത്ത് കയറി ആക്രമണം നടത്തിയ ആളിനെ 6 മണിക്ക് വിട്ടു. 6 മണിയായപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് അറസ്റ്റ് 2 പേര്. അപ്പൊ അതിന്റെ അർത്ഥം സർക്കാർ ആശുപത്രിക്കകത്ത് കയറി മർദ്ദനം നടത്തിയ ആളുകൾ വിടാൻ അത്ര ഗൗരവമായി ഒരു കേസ് എടുത്തിട്ടില്ല എന്നതാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ വ്യക്തിയെ ഈ സ്കാൻ റിപ്പോർട്ട് അടിക്കുമ്പോൾ അവിടെ ഇട്ട് വീണ്ടും മുഖമൊക്കെ അടിച്ച് റെഡിയാക്കി. ഇത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ പരാതി. അപ്പൊ ഒരു വശത്ത് BJPയും ഇപ്പുറത്ത് CPM ചേർന്ന് ഞങ്ങളുടെ കൊടിതൂറുകൾ നശിപ്പിക്കാൻ, ഞങ്ങളെ ആക്രമിക്കുക, വെല്ലുവിളിക്കുക, വിരട്ടുക, ഇതാണ് തന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ഇലക്ഷനെ അക്രമത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ജനമധ്യത്തിൽ അവതരിപ്പിക്കാനും മാധ്യമ സുഹൃത്തുക്കളോട് ഇത് പറയാനും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആശുപത്രിയിൽ പോയി തിരക്കാൻ. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എത്ര ആളുകൾ ഞങ്ങൾ പറഞ്ഞത്, ആശുപത്രിക്കകത്ത് വർദ്ധിച്ചിട്ട് ഈ പോലീസ് നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ചെന്ന് തിരക്കാൻ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയാൻ കഴിയും. വളരെ ഗൗരവമാണ് ഇത്. ഒരുപക്ഷെ എന്റെ പഴയ വിദ്യാർത്ഥികാല ജീവിതത്തിൽ എനിക്ക് പറ്റിയ പഴയ അനുഭവങ്ങൾ ഇപ്പൊ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടുമോ ഉണ്ടാകുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷനും BJPക്കും എന്റെ ജീവൻ അപകടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഞാൻ പെറ്റീഷൻ കൊടുക്കുകയാണ്. എന്തും സംഭവിക്കുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്, അക്രമത്തിന്റെ ഭാഗത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ശ്രദ്ധ ആ മണ്ഡലത്തിലെ നടപടികളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയില്ലാതെ പോയാൽ ആ മണ്ഡലത്തിൽ എന്തും നടക്കും. പിന്നെ വോട്ട് കച്ചവടത്തിന്റെ കാര്യം അതൊക്കെ അവരങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ 2 പേർക്കും എതിരെയുണ്ട്. ഞാനിപ്പോഴും ഇത് ഉന്നയിക്കുമ്പോൾ വേറെ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല. കഴക്കൂട്ടം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ജനവികാരം BJPക്കും LDFക്കും എതിരാണ്. ആ ജനവികാരം എനിക്ക് വ്യക്തിപരമായി എന്റെ കുടുംബം അവിടെയാണ്. എന്റെ അമ്മയുടെ കുടുംബം കോങ്ങോട് ചേർത്തിയാണ്. ആ എന്റെ ഒരു ബന്ധവും ചെമ്പഴന്തി എസ്.എൻ. കോളേജിൽ ഞാൻ ഇപ്പോഴും 35 കൊല്ലമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ്. എന്റെ ചോര വീണ മണ്ണാണ് ചെമ്പഴന്തി എസ്.എൻ. കോളേജ്. ഞാൻ മരിച്ചു എന്ന് ധരിച്ച ഹർത്താൽ നടന്ന ഒരു പ്രദേശമാണ് ഈ കഴക്കൂട്ടം മണ്ഡലം. എന്നെ അറിയുന്നവരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പഴയകാല എന്റെ എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ എന്നെ സന്തോഷത്തിലാണ് സ്വീകരിക്കുന്നത്. അതിൽ പിറണ്ടുകൊണ്ട ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ശക്തമായി ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ പ്രതികരിക്കും. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരുടെ മുഴുവൻ സഹായം ഞങ്ങൾക്കുണ്ടാകാം എന്ന് കൂടി ഞാൻ ഇത് പങ്കെടുക്കുന്നത്